അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം സംഭവിക്കുമെന്ന് എനിക്കൊരു തോന്നൽ വന്നിരുന്നു. ഈ ആർട്ടിക്കിൾ വരെ പ്രസ്റ്റീഷ്യസ് ആയിട്ട് അന്ധവിശ്വാസത്തോടു കൂടി. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ ടോപ്പിക് ഡിസ്കഷൻസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നാൽ ഇൻറ്റ്യൂഷൻസ് ഇൻ വർക്ക് പ്ലേസ്. ലാസ്റ്റ് ടൈം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഫെയിലിയറിനെ പറ്റിയിട്ട്. അതിന് മുന്നേ ഞാനൊരു ഇൻ്റർവ്യൂ ടിപ്സിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. രണ്ട് വീഡിയോയുടെയും ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കാം. മസ്റ്റായിട്ട് നിങ്ങളത് വാച്ച് ചെയ്യണം. അത് എന്നാൽ മാത്രമാണ് ഈ വീഡിയോയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. സോ ഡു ചെക്ക് ഔട്ട് ദോസ് 2 വീഡിയോസ് ബിഫോർ യു പ്രൊസീഡ് വിത്ത് ദിസ് വീഡിയോ. ഓക്കെ, അപ്പോൾ ആ വീഡിയോസിലെല്ലാം ഞാൻ ഇൻ്റർവ്യൂ ടിപ്സിനെ കുറിച്ചിട്ടും എനിക്കുണ്ടായ ഫെയിലിയറിനെ കുറിച്ചിട്ടും അവർ ചോദിച്ച ഏത് ക്വസ്റ്റ്യനിലാണ് ഞാൻ ഫെയിൽ ചെയ്യപ്പെട്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർക്ക് പ്ലേസ് എസ്പെഷ്യലി HR റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻറ്റ്യൂഷൻസിന് അധികം സ്പേസ് ഇല്ല. ഫിനാൻസിലോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡിസിഷൻ മേക്കിങ്ങിലോ നമുക്ക് ഇൻറ്റ്യൂഷൻസിന് ഉപയോഗിക്കാവുന്നതാണ്. HR റിലേറ്റഡ് ഫങ്ഷൻസിൽ ഇൻറ്റ്യൂഷൻസ് അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഒരുപാട് കമൻസ്, എനിക്ക് ഒരുപാട് മെസ്സേജസ് കിട്ടി. അതായത് നിങ്ങൾ അത് പറയുന്നത് ശരിയല്ല, HR റിലേറ്റഡ് ആയാലും ഇൻറ്റ്യൂഷൻസ് മസ്റ്റായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് ഈ ആർട്ടിക്കിൾ വരെ എനിക്ക് ലിങ്ക്ഡിനിൽ ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, ഈവൻ അതർ സ്പേസിലുള്ള ഇൻറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എല്ലാം ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നു മെസ്സേജസ് വഴി. അതുകൊണ്ടാണ് ഈ ടോപ്പിക് ഇവിടെ എന്തായാലും ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഈ ടോപ്പിക് ഞാനിവിടെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ആസ് ഓൾവേസ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഓർ സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും അറിയിക്കുക. സോ ലെറ്റ്സ് ഡിസ്കസ് എന്തുകൊണ്ടാണ് ഞാൻ ഇൻറ്റ്യൂഷൻസ് ഇൻ HR പോസിബിൾ അല്ല എന്ന് പറയാനുള്ള കാരണം എന്ന്. ഓക്കെ, ഇൻറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തോന്നൽ അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യത്തിനെ അടിസ്ഥാനപരമായിട്ട് തീരുമാനങ്ങൾ നമ്മൾ ജോബിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഒരു, എനിക്ക് എക്സാക്റ്റ് മലയാളം വേർഡ്, എനിക്ക് ഇൻറ്റ്യൂഷൻ ഓർ ഗട്ട് ഫീലിങ്ങിന് എനിക്ക് എക്സാക്റ്റ് വേർഡ് കിട്ടിയില്ല. അവർ സജസ്റ്റ് ചെയ്ത് തോന്നിയ ഒരു കാര്യം എന്നൊക്കെയാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് റിലവൻ്റ് ആയിട്ട് സജസ്റ്റ് ചെയ്ത വേർഡ്സ് തോന്നൽ എന്നുള്ളതാണ്. അതെനിക്ക് ഇൻറ്റ്യൂഷൻ എന്ന് എക്സാക്റ്റ് പറയാൻ പറ്റില്ല. ബട്ട് ഇംഗ്ലീഷിൽ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ്, നമുക്കുള്ളിൽ തോന്നുന്ന ഒരു ഫീലിംഗ്, ഒരു ഗട്ട് ഫീലിംഗ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ നമുക്ക് അറിയില്ല അത് സത്യമാണോ ഉറപ്പാണോ എന്നൊന്നും നമുക്ക് അറിവില്ല. പക്ഷെ നമുക്കിങ്ങനെ അങ്ങനെ ഒരു തോന്നൽ ഉള്ളിൽ ഫീൽ ചെയ്യാണ്. അങ്ങനത്തെ ഒരു ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ആളുകൾ സമയമൊക്കെ നോക്കി എന്തെങ്കിലും, എനിക്ക് തോന്നുന്നു ഓൾഡർ ജനറേഷൻസ് കൂടുതൽ അങ്ങനെ കുറച്ചും കൂടി സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ട് അന്ധവിശ്വാസത്തോട് കൂടിയിട്ടൊക്കെ ചിന്തിച്ച് പറയാറുണ്ട്. അയ്യോ എനിക്കെന്തോ അങ്ങനെ തോന്നി, എന്തോ ആക്സിഡൻറ്റ് ഉണ്ടാവും നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം സംഭവിക്കുമെന്ന് എനിക്കൊരു തോന്നൽ വന്നിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ അതിനെയൊക്കെ അന്ധവിശ്വാസം എന്നൊക്കെ പണ്ടത്തെ ജനറേഷൻസിനെയൊക്കെ യങ്സ്റ്റേഴ്സ് പറയും നമ്മൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിങ്സ് വരുന്നതിനെയാണ് ഇൻറ്റ്യൂഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ എത്രമാത്രം ജോലി സ്ഥലത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് കുറേ ഇതൊരു വാലിഡ് ടോപ്പിക്കായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് പല പ്രൊഫഷണൽസും. അപ്പോൾ ഞാൻ പറയുന്നു അത് ഇൻറ്റ്യൂഷൻസ് നമുക്ക് HR സ്പെസിഫിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അത് ഞാൻ പറയാനുള്ള കാരണം ഞാനിവിടെ പറയാൻ പോവാണ് കേട്ടോ. കാരണം ഒരു ഓർഗനൈസേഷൻ, ഇപ്പം ഏതൊരു ഫേം, കമ്പനി, ഓർഗനൈസേഷൻ അത് എപ്പോഴും ഒരു രജിസ്റ്റേർഡ് ആയിരിക്കും. അതൊരു ഐലൻഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമല്ല. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ലീഗലി വർക്ക് ചെയ്യുന്ന, ലീഗൽ ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണ്. പ്രോപ്പറായിട്ട് ടാക്സ് പേ ചെയ്യണം അല്ലേ? ഏതൊരു കൺട്രിയിലും ഒരു കമ്പനി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പർലി രജിസ്റ്റേർഡ് ആയിരിക്കണം. ആ കൺട്രിയിലെ ലൈസൻസ്ഡ് ആയിരിക്കണം ആ ഓർഗനൈസേഷൻ. അങ്ങനെ ഒരു രജിസ്റ്റേർഡ് ഓർ ലൈസൻസ്ഡ് അല്ലാത്ത ഓർഗനൈസേഷൻ നമ്മൾ ഇല്ലീഗൽ ഓർഗനൈസേഷൻ എന്ന് പറയും
അല്ലെ? അപ്പോൾ ലീഗലായിട്ട് റൺ ചെയ്യുന്ന ഏതൊരു ഓർഗനൈസേഷനും ലീഗലായിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഏതൊരു തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഓർഗനൈസേഷനും അതൊരു രജിസ്റ്റേർഡ് ആയിരിക്കും, ആ കൺട്രിയിൽ ലൈസൻസ്ഡ് ആയിരിക്കും, രജിസ്റ്റേർഡ് ആയിരിക്കും, ആൻഡ് അവർ ആർ സപ്പോസ് ടു പേ ദ ടാക്സസ്. അങ്ങനെ എല്ലാ ഒബ്ലിഗേഷൻസും ആ കൺട്രിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കണം ഏതൊരു കമ്പനിയും. അതുകൊണ്ടാണ് ആ ഒരു രജിസ്ട്രേഷൻ ഓർ ലൈസൻസ് ഗവൺമെന്റ് ആ കമ്പനിക്ക് കൊടുക്കുന്നത്. അല്ലാതെ ഒരു കമ്പനിയും ഒരു ഐലൻഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഏതൊരു രാജ്യത്തിൻ്റെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ മസ്റ്റായും ഫോളോ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അതൊരു ഇല്ലീഗൽ കമ്പനി ആൻഡ് പെനാൾട്ടി എന്തായാലും ആ കമ്പനിക്ക് ആ കൺട്രി കൊടുക്കുന്നതായിരിക്കും. അതാണ് ഒരു ബേസിക് നേച്ചർ ഏതൊരു രജിസ്റ്റേർഡ് കമ്പനിയുടെ. അപ്പം അങ്ങനെയുള്ളൊരു കമ്പനിയിൽ സ്പെസിഫിക്കലി HR വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ കൺട്രിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഒരു പ്രത്യേക പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോസസ്സസ് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ആ പോളിസീസ് പ്രൊസീജിയേഴ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ എല്ലാ ഡിസിഷൻ മേക്കിങ്ങിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്, നിർബന്ധമാണ്. ഏതൊരു കൺട്രിയുടെ ലോ എടുത്ത് നോക്കിയാലും, ഏതൊരു പ്രോപ്പർലി സെറ്റപ്പ് കോൺസ്റ്റിറ്റ്യൂഷനുള്ള കൺട്രിയുടെ ലോ എടുത്ത് നോക്കിയാലും അവിടെ ഒരു കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ആണെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ പ്രോസസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കണം, ആൻഡ് അതിന് തക്കതായ ഡോക്യുമെന്റേഷനും ഉണ്ടായിരിക്കണം. അതല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് ഇല്ല എനിക്ക് അങ്ങനെ തോന്നിയത് കൊണ്ട് ഞാൻ ഈ ഡിസിഷൻ എടുത്തു, എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വിറ്റു, എനിക്ക് തോന്നി ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൂ ഒരു എംപ്ലോയി, എൻ്റെ കമ്പനിയിലുള്ള എംപ്ലോയി എനിക്ക് ഫ്യൂച്ചറിൽ പ്രശ്നമുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അയാളെ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു, എൻ്റെ തോന്നൽ വെച്ചിട്ട് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കൺട്രിയുടെ ലോ ആക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ചാലഞ്ചസ് അങ്ങനെ ഒരു ആളെ ടെർമിനേറ്റ് ചെയ്യുകയോ ഒരു കാൻഡിഡേറ്റിനെ ഇന്റർവ്യൂ ചെയ്തിട്ട് അയാളെ എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ കാൻഡിഡേറ്റിനോ ആ എംപ്ലോയിക്കോ ലീഗലി ചാലഞ്ച് ചെയ്യാം കമ്പനീനെ. അത് ഓരോ കൺട്രിയുടെയും ലോ ആണ്, ഏതൊരു വ്യക്തിയുടെയും അവകാശമാണ്. അവർ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അവരെ റോങ്ഫുൾ ആയിട്ട് കമ്പനി ഹാൻഡിൽ ചെയ്തു എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പോയിട്ട് ലീഗൽ സിസ്റ്റത്തിന്റെ അസിസ്റ്റൻസോട് കൂടിയിട്ട് കമ്പനീനെ ഏത് നിമിഷവും ചലഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ചലഞ്ചിങ് വന്നു കഴിഞ്ഞാൽ കമ്പനി ഈ ഡോക്യുമെന്റേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എവിഡൻസസ് കോർട്ട് ഓഫ് ലോയിൽ കൊണ്ടുപോയി കൊടുക്കണം, കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി വിധി കൽപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വിധി തീർപ്പാക്കുന്നതായിരിക്കും ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത്. ഞാൻ എക്സാമ്പിൾസ് പറയാട്ടോ ഇതിന് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അല്ലാതെ എനിക്ക് തോന്നി, എനിക്ക് ഇൻറ്റ്യൂഷൻ വെച്ചു, ഞാൻ അങ്ങനെ വിചാരിച്ചു, അല്ലെങ്കിൽ വേറൊരാൾ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു, ആ കഥ ഞാൻ വിശ്വസിച്ച് ഞാനിങ്ങനെ തീരുമാനം എടുത്തു എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അത് കേൾക്കാൻ പോകുന്നില്ല. കോടതിക്ക് വേണ്ടത് പ്രോപ്പർ എവിഡൻസസ് ആണ്. ആൻഡ് ആസ് പെർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസ്, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക്, എസ്പെഷ്യലി ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പിൽ അല്ലെങ്കിൽ ഒരു വർക്ക് എൻവയൺമെന്റിൽ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഏതൊരു കൺട്രിയുടെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ഭാഗമാണ്. അല്ലാതെ എൻ്റെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടതിയും അത് എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു HR സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഈവൻ ഏതൊരു പ്രൊഫഷണൽ സെറ്റപ്പിലായാലും ഇൻറ്റ്യൂഷൻസ് ബാക്ക്ഡ് അപ്പ് ബൈ എവിഡൻസസ് ആണെങ്കിൽ ഓക്കെ അല്ലെ, എനിക്കത് തോന്നി ആൻഡ് എനിക്ക് കിട്ടിയ എവിഡൻസസ് അതിൽ സ്ഥാപിക്കുന്നതാണെങ്കിൽ അപ്പൊ എൻ്റെ ഇൻറ്റ്യൂഷനും എവിഡൻസസും ഈസ് ഇൻടാക്ട്. അങ്ങനെ എത്ര സിറ്റുവേഷൻസ് നമുക്ക് കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റും, അയ്യോ എനിക്ക് തോന്നിയ തോന്നലും നടന്ന സംഭവവും തമ്മിൽ 100% കറക്റ്റ് ആണ് എന്ന് അതൊക്കെ 1 in 10 പ്രോബബിലിറ്റി ആണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. എനിക്ക് ഈവൻ ലെസ്സർ ദാൻ ദാറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് ഒരു പ്രൊഫഷണൽ സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു വർക്ക് ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ ഇൻ ദ റിയൽ വേൾഡ് സിറ്റുവേഷൻ. നമുക്കിങ്ങനെ കോമിക്കലി പറയാം എന്നല്ലാതെ ഇൻ റിയൽ വേൾഡ് സിറ്റുവേഷൻസിൽ അതൊരിക്കലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ഷെയർ ചെയ്യാം. ഞങ്ങൾ ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്. ഒരു വളരെ പ്രോമിനൻറ്റ് ബ്രാൻഡ് ആയിട്ടുള്ള ഒരു കമ്പനി. അവർ കപ്പിൾ ഓഫ് കാൻഡിഡേറ്റ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, കുറച്ച് കാൻഡിഡേറ്റിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. അതിൽ ഒരു കാൻഡിഡേറ്റിന് അവർ ഓഫർ ലെറ്റർ കൊടുക്കാൻ തീരുമാനിക്കുന്നു. ആ കാൻഡിഡേറ്റ് ഓഫർ ലെറ്റർ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബ്രാൻഡ് കമ്പനിയിൽ പോകുന്നു.
ഈ കാൻഡിഡേറ്റ് ഓഫർ ലെറ്റർ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പെൻ എടുത്ത് സൈൻ ചെയ്യാൻ തുടങ്ങിയ വഴിക്ക് അവിടുത്തെ HR ഓഫർ ലെറ്റർ വലിച്ചു ഈ കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അറിയിക്കാം, ഇപ്പം നിങ്ങൾ എന്തായാലും പോയിക്കോളൂ, ഞങ്ങൾ പിന്നെ അറിയിക്കാം എന്താണ് റിസൾട്ട് എന്നുള്ളത്, ഇപ്പം നിങ്ങൾ ഓഫർ ലെറ്റർ സൈൻ ചെയ്യേണ്ടതെന്ന്. കാൻഡിഡേറ്റ് പോണ വഴിക്ക് ഞങ്ങൾ തന്നെ ഇൻഫോം ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ഇവരുടെ ഈ കമ്പനിക്ക് അഗേൻസ്റ്റ് ലീഗൽ ആക്ഷൻ എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു എന്നെ ഇൻസൾട്ട് ചെയ്തു അവർ, എൻ്റെ കൈക്ക് കുറച്ച് ഡിഫോമേഷൻ ഉണ്ട്, ഒരു ആക്സിഡൻറ്റിൽ എന്തോ ഒരു സിറ്റുവേഷനിൽ അയാളുടെ കൈ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ്, എന്തോ ഒരു പ്രശ്നമുണ്ട് അയാൾക്ക് കൈക്ക്, നോർമൽ ആളുകളുടെ കൈ പോലെയല്ല. അപ്പോൾ ഈ HR ഓഫീസർ ഈ കാൻഡിഡേറ്റ് സൈൻ ചെയ്യാൻ വേണ്ടി പേപ്പർ എടുത്തപ്പോഴാണ് ഈ ഒരു സിറ്റുവേഷൻ കാണുന്നത്. ഇത്രയും റൗണ്ട്സ് ഓഫ് ഇൻ്റർവ്യൂസ് നടന്നിട്ട് അവർ ഇത് അനലൈസ് ചെയ്തില്ല, അയാളുടെ കൈക്ക് എന്തോ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് എന്നൊരു സിറ്റുവേഷൻ ഈ HR-നും അവിടുത്തെ ടെക്നിക്കൽ ഇൻ്റർവ്യൂസ് നടത്തിയവർക്കും കാണാൻ കഴിഞ്ഞില്ല, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഓഫർ ലെറ്റർ കൊടുത്ത് അയാൾ സൈൻ ചെയ്യാൻ പോകുമ്പോൾ അവർ വലിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ കാൻഡിഡേറ്റ് ഫെൽറ്റ് സോ ഇൻസൾട്ടഡ് ആൻഡ് ഹീ ഈസ് ഡിഫറെൻ്റ്ലി ഏബിൾഡ്. ആൾക്ക് കൈക്ക് എന്തോ പ്രശ്നവുമുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പ്രത്യേക പരിഗണന ഏതൊരു കൺട്രിയിലും ലോസ് ആൻഡ് റെഗുലേഷൻസ് വഴി ഉണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ കോർട്ടിൽ പോയിട്ട് ഈ കമ്പനീനെയും HR-നെയും ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഇതിൻ്റെ പേരിൽ ഇൻസൾട്ട് ചെയ്തു, എനിക്കിതിൻ്റെ പേരിൽ ഓഫർ ലെറ്റർ കിട്ടിയില്ല, എന്നെ സൈൻ ചെയ്യാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി അയാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി നിർബന്ധിതമാകും. അപ്പോൾ HR-നോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എനിക്ക് തോന്നി അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. എനിക്ക് മനസ്സിലൊരു തോന്നൽ ആ കൈ വെച്ചിട്ട് അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ആ തോന്നലും കൊണ്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി ഇമ്മീഡിയറ്റ്ലി എവിഡൻസ് റിജക്റ്റ് ചെയ്യും. കാരണം ഈ കാൻഡിഡേറ്റ് ഓൾറെഡി ഒരു കമ്പനിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, ആൾക്ക് ഫുൾ എക്സ്പീരിയൻസ് ലെറ്റേഴ്സ് ഉണ്ട്. ഈ HR ഓഫീസർ ഓൾറെഡി അയാളോട് റിസൈൻ ചെയ്യാൻ പറഞ്ഞതാണ്. അയാൾ പറഞ്ഞു ഓഫർ ലെറ്റർ സൈൻ ചെയ്തിട്ടേ ഞങ്ങൾ റിസൈൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് അറ്റ്ലീസ്റ്റ് ആ പ്രീവിയസ് കമ്പനിയിൽ ജോബ് റീറ്റെയിൻ ചെയ്യാൻ പറ്റിയത്. ഈ HR-ന്റെ ഈ മണ്ടത്തരം കേട്ടിട്ട് അയാളുടെ ജോബ് റിസൈൻ ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് ഇവിടെയും ജോബ് ലോസ് ആയനെ, അവിടെയും ജോബ് ലോസ് ആയനെ, ആൻഡ് അയാളും അയാളുടെ ഫാമിലിയും സഫർ ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ ആരുടെയും ഇൻറ്റ്യൂഷൻ ആരുടെയും വയറും ഫുഡും കൊടുക്കാൻ പോകുന്നില്ല, ആരുടെയും ഇൻറ്റ്യൂഷൻസ് ഒരാളുടെയും ഫാമിലിനെ ബിൽഡ് ചെയ്യാൻ പോകുന്നില്ല, ആരുടെയും ഇൻറ്റ്യൂഷൻസ് ആരെയും ബിൽഡ് ചെയ്ത കഥകൾ അറ്റ്ലീസ്റ്റ് പ്രൊഫഷണൽ ഓർ കോർപ്പറേറ്റ് സെറ്റപ്പിൽ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് മീ, എനിക്കൊന്ന് അയച്ചു തരൂ, എനിക്കിതിനെ പറ്റിയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇൻ റിയൽ വേൾഡിൽ നമുക്ക് എവിഡൻസസ്, പ്രോപ്പർ പ്രോസസ്സസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എവിഡൻസസ് ആണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഒരാൾ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നൊന്നും കൊണ്ട് കോടതിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതൊന്നും വാലിഡ് ആവില്ല. ഈ എക്സാമ്പിൾ പോലെ അപ്പോൾ നമ്മൾ ഈ കാൻഡിഡേറ്റിനെ വിളിച്ച് ക്ലയൻറ്റിനെ വിളിച്ച് നമ്മൾ അതിനൊരു കോംപ്രമൈസ് ചെയ്യിക്കേണ്ടി വന്നു. അതല്ലാതെ ഈ കാൻഡിഡേറ്റ് ഈ കമ്പനീനെ ചലഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവർ ബിഗ് പെനാൽറ്റി ആൻഡ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും അയാൾക്ക്. അയാളെ ഇൻസൾട്ട് ചെയ്തതിന്, അയാളുടെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് സിറ്റുവേഷനെ ചലഞ്ച് ചെയ്തതിന് എല്ലാം ഇവർക്ക് കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ HR-ന് തോന്നിയ ഒരു മണ്ടത്തരമാണ്. ആൻഡ് അയാൾ അതും പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഓഫർ ലെറ്റർ വലിച്ചെടുക്കുകയാണ് ചെയ്തത് ആ കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്ന്. സോ അപ്പം അങ്ങനെയൊക്കെയുള്ള ബിഹേവിയേഴ്സിനെ തടയിടാനും കൂടി വേണ്ടിയിട്ടാണ് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത് ഓരോ കൺട്രിയിലും. ഓരോ വ്യക്തികളെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ രാജ്യവും ഒരു ലോസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇതുപോലെ തന്നെ നാളെ ഒരു മുതലാളി ചിന്തിക്കുകയാണ് എനിക്ക് 10 പേരെ ടെർമിനേറ്റ് ചെയ്യണം, എനിക്ക് തോന്നുന്നു ഈ 10 പേരെ എനിക്ക് നാളെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ 10 പേരെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 പേർക്ക് ലോസ് ആൻഡ് രാജ്യത്തിൻ്റെ കോടതിയിൽ പോയിട്ട് ചലഞ്ച് ചെയ്യാവുന്നതാണ് ഈ കമ്പനീനെ. ഞങ്ങളതിനെ ഒരു കാരണവും ഇല്ലാതെ അയാളുടെ തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അയാളോട് ആരോ എന്തോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടു, ഞങ്ങൾക്കും ഞങ്ങളുടെ ഫാമിലീസിനും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കി ഇയാൾ അല്ലെങ്കിൽ ഈ കമ്പനി ട്രോമാറ്റിക് ആയിട്ടും ഫിനാൻഷ്യലിയും സോഷ്യലിയും എല്ലാം ഒരുപാട് പ്രോബ്ലംസിലേക്ക് ഞങ്ങളെ തള്ളിവിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി കോമ്പൻസേറ്റ് ചെയ്തേ പറ്റൂ ആ ആളുകൾക്ക്. പ്രോപ്പർ എവിഡൻസസ് ഓർ പ്രോപ്പർ സിറ്റുവേഷൻസ്, ആ ടെർമിനേഷൻ പ്രോപ്പർ എവിഡൻസസ് ഓർ പ്രോപ്പർ ക്രൈറ്റീരിയ ഇല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഏതൊരു പൗരൻ്റെയും അടിസ്ഥാനപരമായ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് അത്.
ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എനിക്ക് തോന്നിയ കാര്യം കൊണ്ട് മറ്റൊരാളെ പറ്റിയിട്ട് ഇല്ലാത്തത് പറയാനോ, ഇല്ലാത്ത ഡിസിഷൻസ്, പ്രോപ്പർ എവിഡൻസ് ബേസ്ഡ് അല്ലാത്ത ഡിസിഷൻസ് എടുത്തിട്ട് കുറ്റപ്പെടുത്തിയിട്ട് തീരുമാനങ്ങൾ എടുക്കാനൊന്നും റിയൽ ലൈഫിൽ അത് പോസിബിൾ ആൻഡ് ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. റിയൽ ലൈഫ് കോർപ്പറേറ്റ് ലൈഫിൽ നമുക്ക് പ്രോപ്പർ എവിഡൻസസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് കൊടുത്താൽ മാത്രമാണ് അത് എന്താണ് നിയമ സംവിധാനത്തിൽ വാലിഡിറ്റി ഉള്ളൂ. അതർവൈസ് അതിന് ഇങ്ങനെയുള്ള തോന്നലിനും വിചാരത്തിനും ഒന്നും യാതൊരു വാലിഡിറ്റിയും ഇല്ല. ഒരു ലീഗൽ വാലിഡേഷൻ എന്താണ് നിയമസാധ്യത, ഐ തിങ്ക് അതെന്ന് തോന്നുന്നു മലയാളത്തിലെ വേർഡ്, നിയമസാധ്യത ഉള്ളൂ, അല്ലെങ്കിൽ നിയമത്തിൽ മുന്നിൽ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഇൻറ്റ്യൂഷൻസ് ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, ഈവൻ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനൊക്കെ നമുക്ക് തോന്നാം ഓക്കെ ഇന്ന സ്ഥലത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് നല്ലൊരു റിട്ടേൺസ് കിട്ടും എന്നൊക്കെ. ആ തോന്നലൊക്കെ ഈസ് വാലിഡ്, കാരണം അത് ആരെയും ബാധിക്കുന്നില്ല. അത് നമ്മുടെ ഡിസിഷൻ, നമ്മുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ്സ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മാത്രമേ ബാധിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ആർക്കും എവിഡൻസസ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം എവിഡൻസസ് വേണ്ട സിറ്റുവേഷൻസിൽ കഴിയുന്നതും ഇൻറ്റ്യൂഷൻസിന് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഇനി അഥവാ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിൽ നിങ്ങൾക്ക് അത്രയും ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ബാക്ക് ഇറ്റ് അപ്പ് വിത്ത് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ. ദ ഡോക്യുമെന്റ്സ് വിച്ച് ആർ നോട്ട് ഫോർജ്ഡ് ഓർ നോട്ട് മാനിപ്പുലേറ്റഡ്, അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ്. ഓക്കെ, പ്രോപ്പർ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ പ്രൂവ് ചെയ്തോളൂ. And I underline this word, not forged or manipulated documents or evidences, proper valid evidences. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ടോപ്പിക്കിനെ എനിക്ക് മെസ്സേജസ് അയച്ച ആളുകൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ആൻഡ് ആസ് ഓൾവേസ് താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ ടൈം ഹിയർ. അണ്ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം. ബൈ ആൻഡ് താങ്ക് യു.